ഹായ് ഫ്രണ്ട്സ്, ഷെസ് പ്ലാൻ സോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് അഡീനിയങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അഡീനിയം നമ്മൾ സെയിൽ ചെയ്യുന്നത് സിംഗിൾ പെറ്റൽസും ഉണ്ടായിരിക്കും, ഡബിൾ പെറ്റൽസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഇന്ന് മെയിനായിട്ട് കാണിക്കുന്നത് കുറച്ച് സിംഗിൾ പെറ്റൽസും കുറച്ച് ഡബിൾ പെറ്റൽസും ആണ്. അതിൽ തന്നെ കളർ സെലക്ഷൻ ഇല്ലാത്ത നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കളർ സെലക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാശ് കുറച്ചിട്ട്, അതായത് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതെപ്പോഴും 5ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കേരളത്തിൽ നിന്നല്ല അയക്കുന്നത്, കേരളത്തിൻ്റെ പുറത്ത് നിന്നാണ് അയക്കുന്നത്. ഇത് മാത്രം നമ്മുടെ പ്രൊപ്പഗേഷൻ യൂണിറ്റിൽ നിന്നാണ് അയക്കുന്നത് അഡീനിയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മിനിമം 5 ഓർഡർ ചെയ്യണം. അതുപോലെ തന്നെ കൊറിയർ ചാർജസും എക്സ്ട്രാ വരും. പക്ഷേ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ ഒരു കോംബോ പാക്ക് എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കണേ. അപ്പോൾ അതിൽ പ്രൈസ് കുറവായിരിക്കും മറ്റേത് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ഞാൻ കുറച്ച് സിംഗിൾ പെറ്റൽസ് കാണിക്കുന്നുണ്ട്. ഇത് മുതലാണ് കേട്ടോ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഡുകളിൽ സിംഗിൾ പെറ്റൽസിന് ഓരോന്നിനും ഓരോ റേറ്റാണ്. ഇതിൽ 100 രൂപ മുതൽ അവൈലബിൾ ആണ്. പക്ഷേ 100 രൂപ എന്ന് പറയുമ്പോൾ 3 വെറൈറ്റീസ് ഒറ്റേ ഉള്ളൂ 100 രൂപയുടെ. പിന്നെ അങ്ങോട്ട് റേറ്റ് കൂടുതലുള്ള വെറൈറ്റീസാണ്. അത് ഓരോ വെറൈറ്റി അനുസരിച്ചിട്ട് അതിന് റേറ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്നിൻ്റെയും റേറ്റ് എടുത്ത് പറയുന്നില്ല. ഒരു 100 ടു അതിൻ്റെ മുകളിൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നല്ല വെറൈറ്റീസിന് അത്യാവശ്യം പ്രൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ ഇതിൽ കുറച്ച് സിംഗിൾ പെറ്റൽസും ഉണ്ട്, ഡബിൾ പെറ്റൽസും ഉണ്ടെന്ന് പറഞ്ഞു. സാധാ ഡബിൾ പെറ്റൽസ് അല്ല, കുറച്ച് പ്രീമിയം വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സാധാ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന പ്രൈസിലല്ല ഇത് കൊടുക്കുന്നത്. ഇത് പ്രീമിയം വെറൈറ്റീസാണ്. നിങ്ങൾക്ക് ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ മുന്നത്തെ ഫോട്ടോകളിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ കഴിഞ്ഞ തവണ കിട്ടിയവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് നിങ്ങളെ ഫോട്ടോ എനിക്ക് അയച്ചു തരണം. ഒത്തിരി പേരുകളുണ്ട് കിട്ടിയ സമയത്ത് ഫുള്ളൊരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് അയച്ചിടുക. അതാകുമ്പോൾ നമുക്ക് ഫർദറായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു തെളിവും ഇല്ലാണ്ട് 2-3 മാസം കഴിഞ്ഞ് നമ്മളോട് പ്ലാന്റ് നാശമായി എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അതുപോലെ തന്നെ മഴയത്ത് വെക്കേണ്ട പ്ലാന്റ്സ് അല്ല ഇത്. അതായത് മഴ കൊള്ളുന്ന ഏരിയയിൽ വെക്കരുത്. മഴയില്ലാത്ത ഏരിയയിൽ വെച്ചിട്ട് വേണം പിടിപ്പിക്കാൻ. മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. വെള്ളം അധികം ഇഷ്ടമില്ലാത്ത ചെടികളാണ്. അതുകൊണ്ട് തന്നെ സൺഷൈഡിൽ വെച്ചിട്ടൊക്കെ പിടിപ്പിക്കുക കേട്ടോ. അങ്ങനെ വെയിൽ വേണേനും എന്നാൽ വെള്ളം അധികം പാടില്ല. അപ്പോൾ നിങ്ങൾ കാർ ഷെഡിലോ അല്ലെങ്കിൽ മഴ കിട്ടാത്ത ഷെഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പിടിപ്പിക്കുക. ഈ 400 സ്റ്റാർട്ട് ചെയ്യുന്ന 400 കോഡ് നമ്പേഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെയാണ് കുറച്ച് പ്രീമിയം വെറൈറ്റീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് കുറച്ച് റേറ്റ് ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ കേരളത്തിൻ്റെ പുറത്തുനിന്നാണ് അയക്കുന്നത്. ഹോം ഡെലിവറി നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ച് തരും. നമ്മളെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയുന്നുണ്ടായിരിക്കും, വീട്ടിലേക്ക് എത്തിച്ച് തരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, മീൻസ് ആമസോൺ ഷിപ്പിംഗ്, അതുപോലെ ഫ്ലിപ്കാർട്ടിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒരു ഷിപ്പിംഗ് ആണ് അയക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾ പേയ്മെൻറ്റ് എന്നാണോ ചെയ്യുന്നത്, പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്താലാണ് നമ്മൾ ഓർഡർ കൺഫേം ആവുക. പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്തതിൻ്റെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അയക്കുക. അന്ന് തന്നെ അയക്കില്ല. ഒരു അതിന് മുകളിൽ 20-25 ഡേയ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അയക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പ്ലാന്റ് കിട്ടി ഉടനെ തന്നെ എനിക്ക് ഫോട്ടോ എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരണം. അതുപോലെ പ്ലാന്റ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സ്ലിപ്പ് ഷെയർ ചെയ്യും. ആ സ്ലിപ്പ് ഷെയർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞും 8 ദിവസം 10 ദിവസം മാക്സിമം, അത് കഴിഞ്ഞും പ്ലാന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിവരം അറിയിക്കണം. എന്നാലാണ് എനിക്ക് അറിയുള്ളൂ. അതുപോലെ പ്ലാന്റ് കിട്ടിയാൽ പറയാത്ത ഒത്തിരി പേരുണ്ട്. നമുക്ക് എങ്ങനെയാണ് അറിയുക കിട്ടിയോ ഇല്ലേ എന്നുള്ളത്? നിങ്ങളെ ഫർദറായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടി തന്നെ അറിയിച്ച് ഫോട്ടോ ഇട്ട് തരണം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഒത്തിരി പേരുണ്ട്, ഇപ്പോഴും ഞാൻ അയച്ചു കൊടുത്തതിൽ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് പോലും ഇട്ടിട്ടില്ല. കാരണം അങ്ങോട്ട് പോയി ചോദിക്കേണ്ട അവസ്ഥയാണ് നിങ്ങൾ പ്ലാന്റ് കിട്ടിയോ എന്നുള്ളത്. കുറച്ച് ഫോട്ടോസ് ഞാൻ ഇടുന്നുണ്ട്. ഇങ്ങനെയാണ് അയക്കുക. ബെയർ റൂട്ടഡ് ആയിട്ട് ഉണക്കിയിട്ടാണ് അയക്കുക, ഡ്രൈ ആക്കിയിട്ടാണ് അയക്കുക. അപ്പോൾ ലീവ്സ് ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് അടുത്ത് മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ അയച്ചതാണ്. അതുകൊണ്ടാണ് അതിന് ലീവ്സ് കാണുന്നത്. ലീവ്സ് ഇല്ലാതെ ആവും കിട്ടുന്നുണ്ടായിരിക്കും. അധികം ലീവ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് പൊഴിഞ്ഞു പോവും. അത് മനസ്സിലാക്കുക. അത് കേടല്ല. അഡീനിയം ശരിക്കും നമ്മൾ അയക്കുമ്പോൾ ലീവ്സൊക്കെ കട്ട് ചെയ്തിട്ടാണ് ചില ആളുകൾ അയക്കുക. നമ്മൾ ലീവ്സ് ചിലവർക്ക് കട്ട് ചെയ്യും, എല്ലാവർക്കും കട്ട് ചെയ്യില്ല. ചിലപ്പോൾ ഡ്രൈ ആകുമ്പോൾ അത് ഉണങ്ങി വീണ് പോവും. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ലീവ്സ് പോയി എന്നർത്ഥം കേടാന്നല്ല. കേടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ടിപ്സുകൾ ഉണ്ടാവുമല്ലോ, അതായത് അതിൻ്റെ ആ ഒരു തണ്ടുകൾ അതാണ് ചീഞ്ഞു പോവുക കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ
പറയാനുള്ളത് സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടുകളിൽ വെള്ളം തട്ടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അവിടെ വെള്ളം തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പോട്ടി മിക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫ്ലവർ ചെയ്യാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇപ്പോൾ ആഡ് ചെയ്യേണ്ട. മഴക്കാലത്ത് ഒരു വളവും ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടോ. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പ്ലാന്റ്സിൻ്റെ പ്രൈസ് എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് ഒത്തിരി പേര് ചോദിക്കും. അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ്, പ്ലാന്റ്സിൻ്റെ പ്രൈസ് എപ്പോഴും ഒന്ന് തന്നെ ആവില്ല, വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ 280ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ 2 കൊല്ലം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് കാണുന്നവർ വിചാരിക്കും അയ്യോ റേറ്റ് കൂടുതലാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രൈസ് പറയാത്തത്. അപ്പോൾ 280ക്ക് കൊടുത്ത സാധനങ്ങൾ നമുക്ക് ചിലപ്പോൾ 200-നൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് പറയാൻ പറ്റാത്തത് കേട്ടോ. നിങ്ങൾക്ക് മിക്സ് ചെയ്ത് സെലക്ട് ചെയ്ത് വാങ്ങാം. കളർ കോമ്പിനേഷൻ, അതായത് ഇപ്പോൾ കളർ സെലക്ഷൻ, അതായത് ഏതാണോ ഫ്ലവർ ഒന്നും അറിയാത്ത ഏതെങ്കിലും 5 എണ്ണം മതി. എന്താണെങ്കിലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് കുറച്ച് നമുക്ക് തരാൻ പറ്റും കേട്ടോ. അതുപോലെ വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. നമ്മളെ കോഡ്സ് തന്നെ മറ്റുള്ളവർ എടുത്തിട്ട് അവർ സെയിൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. ഞാൻ അയച്ചു കൊടുക്കുന്ന ഫോട്ടോസൊക്കെ വെച്ചിട്ട്, നമ്മളുടെ ഫോട്ടോസ് തന്നെ വെച്ചിട്ട് അവർ വേറെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്ലാൻസ് അല്ല അവർ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർക്ക് അറിയാം ഞാൻ ആ കോഡ് തന്നെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ കോഡ് നമ്പർ മാറോ കളറ് മാറി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. നമുക്കറിയില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഫോട്ടോ എടുത്ത് കൊണ്ടുപോവുകയാണ്, അവരത് വേറെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വന്ന് എന്നെ അറിയിക്കുക കേട്ടോ. താങ്ക് യു.